ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ എടുക്കാൻ സമയം എടുത്തു, കുറച്ച് ടൈം എടുത്ത്, കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ പെരുന്നാളിന് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള കുറച്ച് മോഡലായിട്ടാണ് കേട്ടോ. കുറച്ച് കുർത്തികളുടെയും അതുപോലെ തന്നെ ഫ്രോക്കിൻ്റെ ഒക്കെ ഡിസൈൻസ് കാണിച്ചു തരാനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ മോഡൽ ഇതാണ് കേട്ടോ. യോക്ക് പാർട്ടിൽ ഇതുപോലെ ഇലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു മോഡലാണ്. അതുപോലെ നല്ല വൈഡായി നിൽക്കുന്ന ഒരു മോഡൽ ഫ്രോക്ക്. ഇത് കുർത്തിയാണ് കേട്ടോ. ഇത് കുർത്തിയായിട്ടോ ഫ്രോക്കായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഇതിൽ യോക്ക് പാർട്ടിൽ ഡബിൾ കട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഷോൾഡറിൻ്റെ അവിടുന്ന് ചെസ്റ്റ് വരെ ഒരു കട്ടിംഗ് ആണ്. അതിൽ താഴെ ത്രെഡ് ഇലാസ്റ്റിക് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് സെപ്പറേറ്റ് ഈ ഒരു പീസ് നമ്മൾ എലാസ്റ്റിക് വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എലാസ്റ്റിക് ഇട്ട് അടിച്ച ശേഷം നമ്മൾ ഒരു ഇതിൽ വെച്ചിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വേസ്റ്റിൻ്റെ ഒരു ഭാഗത്ത് കുഞ്ഞു കണ്ടാവും ഒരു ഫ്ലീറ്റ്, ഒരു 1/2 ഇഞ്ചിൻ്റെ ഫ്ലീറ്റ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലൂടെ നമുക്ക് ഈ ത്രെഡ് എലാസ്റ്റിക്കും കൂടി വന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ചുരുങ്ങി നിൽക്കുന്നുണ്ട്. അതുപോലെ നെക്കിൻ്റെ ഒരു പാർട്ടിൽ ചെറുതായിട്ട് കുഞ്ഞ് ഞൊറി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ. അതുപോലെ തന്നെ ഇവിടെ ഞൊറി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗം ബോട്ടം പാർട്ടിൽ ഇതുപോലെ 3 ലെയറായിട്ടാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 3 ലെയറാണ്. ഇതിൻ്റെ ബാക്ക് പാർട്ട് വെച്ചിരിക്കണം. സെയിം ബാക്കിലും ഇതുപോലെ തന്നെ നെക്കിൽ ഫ്ലീറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ യോക്ക് പാർട്ടിൽ ഇതുപോലെ ത്രെഡ് എലാസ്റ്റിക് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടൊക്കെ ഒരേ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്കിതിൽ നോക്കാനുള്ളത് ഇതിൻ്റെ സ്ലീവാണ്. ഇത് ബലൂൺ സ്ലീവാണിത്. ബലൂൺ സ്ലീവ് നമ്മൾ കൈ ഇവിടെ കൊടുത്ത അതേപോലെ തന്നെ ത്രെഡ് എലാസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്ലീവ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 3/4 സ്ലീവായിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അതേ സെയിം മോഡൽ വലിയ ഒരു ഫ്രോക്കും കൂടി കാണാം. ഇപ്പം നമ്മൾ ഈ കാണിച്ച ഡ്രസ്സിൻ്റെ സെയിം മോഡൽ വലിയ എക്സൽ സൈസാണ് കേട്ടോ. ഇത് നല്ല തടിയുള്ളത്. ഇതിന് ഞാൻ 2 മോഡൽ സെയിം ആണ് കാണിക്കുന്നത് വെച്ചാൽ എല്ലാവരും എന്നെ കൂടെ ചോദിക്കലുണ്ട്, ഇത് നമ്മൾ ഈ ഒരു മോഡൽ കാണിച്ചു കൊടുത്താൽ പറയും അതിൻ്റെ വലിയ മോഡൽ ഒന്ന് കാട്ടോ, ഏതെങ്കിലും ഒരു വലിയ മോഡൽ നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വലിയ മോഡലും കൂടി ഒന്ന് കാണിച്ചത്. ഇതും സെയിം ത്രെഡ് എലാസ്റ്റിക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് എക്സൽ സൈസാണ് കേട്ടോ. വലിയ ആളുടെ അളവാണ്, വലിയ കുട്ടീൻ്റെ അളവാണ്. വലിയ ആളല്ല, വലിയ കുട്ടീൻ്റെ അളവാണ്. ഇതും കയ്യിലും സെയിം നമ്മൾ ത്രെഡ് എലാസ്റ്റിക് ഇട്ടിട്ടാണ് ഇതുപോലെ ഒരു ബലൂൺ സ്ലീവ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് എത്ര മെലിഞ്ഞവർക്കും തടിയുള്ളവർക്കും ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. എത്ര തടിയുള്ളവർക്കും കണ്ടത് എലാസ്റ്റിക് ആണ്, ഇങ്ങനെ വലിഞ്ഞിട്ട് എത്ര തടിയുള്ളവർക്കും പറ്റും. അതുപോലെ തന്നെ മെലിഞ്ഞവർക്കും നല്ല ബോഡി ഷേപ്പായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ ബാക്കും കൂടി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ബാക്കിൽ ത്രെഡ് എലാസ്റ്റിക് തന്നെയാണ്. ഇത് എത്ര തടിയുള്ളവർക്കാണെങ്കിലും ഇങ്ങനെ വലിഞ്ഞ് നല്ല തടിയുള്ളവർക്കും അതുപോലെ തന്നെ നല്ല മെലിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഡമ്മിക്ക് നമ്മൾ സാധാരണ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാറ് പതിവ്. ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം ഇതിന് വന്നിട്ടില്ല. അത്രയും നല്ല നീറ്റായിട്ട് ബോഡി ഷേപ്പായിട്ടത് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത മോഡൽ കൂടി കാണാം. ഇനി നമ്മുടെ അടുത്ത മോഡലാണ് കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു തുണിയിൽ കണ്ടോ ഇങ്ങനെ ചുളുങ്ങി നിൽക്കുന്ന ഒരു ക്ലോത്താണ്. ഇപ്പോൾ നമ്മൾ റെഡിമെയ്ഡിലൊക്കെ നിറയെ കണ്ടുവരുന്ന ഒരു മോഡലാണിത്. നമ്മൾ ഈ ക്ലോത്ത് ഇത് നമ്മൾ ഫ്രില്ലിട്ടതൊന്നുമല്ല, അതുപോലെ ഇതിൽ തന്നെ ഇങ്ങനെ ഫ്രില്ല് പോലെ വരുന്ന ഒരു ക്ലോത്താണ്. അപ്പോൾ ഈ ഒരു ക്ലോത്ത് വന്നിട്ടുള്ളത് ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ജോർജറ്റ് മെറ്റീരിയൽ പ്രിൻ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്ലോത്താണ്. അതുപോലെ തന്നെ ഈ മേലെ വന്നിട്ടുള്ള ഇത് സാറ്റിനാണ്. നമ്മൾ യോക്ക് പാർട്ട് ചെയ്തിട്ടുള്ളത് സാറ്റിൻ മെറ്റീരിയലാണ്. പിന്നെ അതുപോലെ ഈ സ്കേർട്ട് പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 മീറ്റർ ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 മീറ്റർ ക്ലോത്തിന് 120 രൂപയാണ് റേറ്റ്. അതുപോലെ സാറ്റിന് 1 മീറ്റർ സാറ്റിനാണ് മേലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മോഡൽ നമ്മൾ ഈ യോക്ക് പാർട്ടിൽ ഇതുപോലെ ബെൽറ്റ് പോലെ ഒരു പീസ് ലൈൻ കളറും ബോഡിയിൽ വെച്ചിട്ടുള്ള സെയിം കളർ വെച്ചിട്ട് ഒരു ബെൽറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് എലാസ്റ്റിക് വെച്ചിട്ടുള്ള നെക്കാണ്. അതുപോലെ ഷോൾഡർ ഉണ്ട്. ഷോൾഡറും നമ്മുടെ സ്ലീവിന് ഇതിന് സെപ്പറേറ്റ് ഷോൾഡറൊന്നും ഇല്ല. നമ്മുടെ സ്ലീവും ഇതുപാടെ ഒന്നിച്ച് വരുന്ന ഒരു മോഡലാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഓഫ് ഷോൾഡർ ആക്കിയിട്ട് വേണമെങ്കിലും അതുപോലെ ഓഫ് ഷോൾഡർ ഇടുന്ന ആൾക്കാരാണെങ്കിൽ അതുപോലെ കണ്ടോ അതുപോലെ നമുക്ക് ഓഫ് ഷോൾഡർ ആക്കിയിട്ടും ഈ ഒരു ഡ്രസ്സ് ഇടാം. അല്ലാത്തവർക്ക് സാധാരണ കണ്ടോ അതുപോലെ നെക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കും. അതുപോലെ സ്ലീവ് ബലൂൺ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവിൻ്റെ താഴെ ഇതുപോലെ എലാസ്റ്റിക് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഞാൻ ജീൻസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാക്കും കൂടി കാണാം. ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും സെയിം തന്നെയാണ് ഉള്ളത്. ഇത് ബാക്ക് പാർട്ടാണ്. ബാക്കിലും ഫ്രണ്ടിലും സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടുത്തൊരു മോഡലും കൂടി കാണാം. ഇനി ഇതിൻ്റെ നമുക്ക് കാണിച്ചു തന്നതിൻ്റെ അടുത്തൊരു മോഡലാണ്. ഇത് നമ്മുടെ
ഇതും അതുപോലെ തന്നെ തുണി കണ്ട സ്പ്രിങ് പോലെ ഇങ്ങനെ ചുരുണ്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇതും ജോർജറ്റിൽ തന്നെയാണ് ഇപ്പോൾ ഈ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. അങ്ങനെ ചുരുണ്ട് നിൽക്കുന്ന ഒരു മോഡലാണ്. അതുപോലെ മേലെ വെച്ചിട്ടുള്ളത് പിന്നെ ക്രൈപ്പാണ്. മേലെ വെച്ചിട്ടുള്ള സെയിം കളറ് ക്രൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ കഴുത്തിലും എലാസ്റ്റിക്കാണ്. നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന സെയിം മോഡൽ നെക്കാണ് കേട്ടോ ഇതിനും കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഓഫ് ഷോൾഡർ ആക്കുമ്പോൾ ഉണ്ടോ അതങ്ങനെ ഇട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ ഓഫ് ഷോൾഡർ ആക്കിയിട്ട് നമുക്ക് ഇടാം. അല്ലാത്തപ്പോൾ അങ്ങനെ ഇടാത്തവർക്ക് അതുപോലെ ഇടാം. ഇതിൻ്റെ ബാക്ക് സൈഡും സെയിം അതേ മോഡൽ വെച്ചിട്ട് തന്നെയാണ് ബാക്ക് സൈഡും ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഇവിടെ ഇടുപ്പിൽ ഇതുപോലെ ഒരു ബെൽറ്റ് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീവ് ബലൂൺ സ്ലീവാണ് ചെയ്തിട്ടുള്ളതിന്. പിന്നെ താഴെ ഞാൻ ഇൻ്റർലോക്ക് ചെയ്തെടുത്തിട്ടാണ്. അതാണ് അങ്ങനെ വിരിഞ്ഞിട്ട് പൂ പോലെ ശരിക്കും നമുക്ക് റെഡിമെയ്ഡ് അതിൻ്റെ അതേ ലുക്ക് വരുന്നുണ്ട്. അതുപോലെ ഇതിന് 1 മീറ്റർ ക്ലോത്തിന് 120 രൂപ റേറ്റാണ്. ഇത് ഞാൻ 1 മീറ്ററാണ് ഇപ്പോൾ ഇതിലെടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ താഴെ ജീൻസാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഷോർട്ടായിട്ട് ഇത്തിരി ഇറക്കം മതി എന്നുള്ളതിനാണ് 1 മീറ്റർ ക്ലോത്ത് എടുത്തത്. ഇത്തിരിയും കൂടി ഹൈറ്റുള്ള കുട്ടികളാകുമ്പോൾ നമുക്ക് 1.5 മീറ്റർ ക്ലോത്ത് വേണ്ടി വരും. ഇനി ഇതിൻ്റെ ചെറിയൊരു മോഡൽ കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ മോഡൽ ഇട്ടതിൻ്റെ സെയിം മോഡലാണ്. ഇത് അതിൻ്റെ ചെറിയൊരു അളവാണ് കണ്ടോ. അതേപോലെ തന്നെ നമുക്ക് ചുരുങ്ങിയ ചിലവിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി മോഡൽ ഡിസൈനാണ് കേട്ടോ. അത് ആർക്കും സ്റ്റിച്ചിങ് തീരെ അറിയാത്ത ആൾക്കാർക്കും കൂടി വീട്ടിലിരുന്നിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. ഇനി നമുക്ക് അടുത്ത മോഡൽ കാണാം. ഇതാണ് നമ്മുടെ അടുത്ത ഡിസൈന്. ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് 80 ബിറ്റ് വെച്ചിട്ടാണ് കേട്ടോ. 120 രൂപയാണ് ഒരു ബിറ്റിന്. അത് വെച്ചിട്ടാണ് ഞാനൊരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ യോക്ക് പാർട്ടിൽ ഇതുപോലെ ഇവിടെ 2 സൈഡിലും കട്ട് ചെയ്തിട്ട് ഒരു 2 ഇഞ്ചിൻ്റെ ഫ്രില്ല് ഇതുപോലെ ഒന്ന് കൊടുത്തെടുത്തിട്ടുണ്ട്. 2 സൈഡിലും കണ്ടോ. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഫ്രില്ല് കൊടുത്തെടുത്തിട്ടുള്ളത്. ഒരു റൗണ്ട് നെക്കാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവിൻ്റെ താഴെയും ഇതുപോലെ 1 ഇഞ്ചിൻ്റെ സെയിം കണ്ടോ ഫ്രില്ല് ഇവിടെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ 2 സ്ലീവിലും ഇതുപോലെ ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്കേർട്ട് പാർട്ടിൽ ബോക്സ് പ്ലീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഈ സെൻറ്ററിൽ മാത്രമേ ഉള്ളൂ ഒരു 4 ബോക്സ് പ്ലീറ്റാണ്. 2 സൈഡിലും കണ്ടോ 2 സൈഡിലും പ്ലെയിൻ ആണ്. 2 സൈഡിലും ഫ്ലീറ്റിൻ്റെ സെൻറ്ററിൽ മാത്രമാണ് നമ്മളിതുപോലെ ഫ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിലും സെയിം ഇതേപോലെ തന്നെയാണ് ചെയ്തത്. ബാക്കിൽ നമ്മൾ ഈ ഒരു ഫ്ലീറ്റ് കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്ക് പാർട്ട് ഇങ്ങനെയാണുള്ളത്. നമ്മളിവിടെ വെറുതെ പ്ലെയിൻ ആക്കിയിട്ട് ഡബിൾ കട്ട് കൊടുത്തതേ ഉള്ളൂ. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫ്രില്ലൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ സെൻറ്ററിൽ ബോക്സ് പ്ലീറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെറും 120 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നല്ല ചൂടാണല്ലോ. അപ്പോൾ നമുക്ക് കോട്ടൻ്റെ ചുരുങ്ങിയ റേറ്റിന് ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത മോഡലും കൂടി ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ അടുത്ത മോഡൽ. നമ്മുടെ ലിയക്കുട്ടിയാണ്. ഇതാണ് നമ്മുടെ അടുത്ത ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് യോക്ക് പാർട്ടിൽ ഇതുപോലെ ബി പോലെ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു യു ഷേപ്പ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുത്തിരിക്കേണ്ടത്. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതായത് വെറുതെ ഫ്രില്ല് വെച്ച് അടിച്ചിരിക്കുകയല്ല. കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ വെച്ച് ജോയിൻ്റ് കൊടുത്തതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവിലും സെയിം നമ്മൾ ഇതുപോലെ 1 ഇഞ്ചിൻ്റെ ഫ്രില്ല് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ സ്കേർട്ട് പാർട്ടിലും ബോക്സ് പ്ലീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു സൈഡിലും ഇല്ല. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും നമ്മളിവിടെ പ്ലീറ്റൊന്നും കൊടുത്തിട്ടില്ല. അല്ലാണ്ട് ഒരു 4-5 പ്ലീറ്റ് സെൻറ്ററിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെറിയൊരു ഓപ്പൺ നമ്മൾ ഇടുന്ന പാൻറ് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു ഓപ്പൺ. നമുക്ക് ഇനി ഇതിൻ്റെ ഈ ഒരു ഓപ്പൺ വേണമെങ്കിൽ ഇത്തിരി കൂടി കയറ്റിയിട്ട് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ചെറിയൊരു ഓപ്പൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അല്ലാത്തവർക്ക് നമുക്ക് ഇത്തിരി കൂടി ജീൻസൊക്കെ ഇത്തിരി ഇടുന്ന കുട്ടികളാകുമ്പോൾ ഇത്തിരി കൂടി നമുക്ക് ഓപ്പൺ കയറ്റിയിട്ട് വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് ഞാൻ അവിടെ ഓരോ ബട്ടൺസിന് മാച്ച് ആവുന്ന ബട്ടൺ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഓപ്പണിൽ ബട്ടൺസ് കൊടുത്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യോക്ക് പാർട്ടിലും സെയിം ഇതുപോലെ ഓരോ ബട്ടൺ കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും 80 ബിറ്റ് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്. ഇതിനും സെയിം 120 രൂപയാണ് റേറ്റ്. അപ്പോൾ നമുക്കൊരു ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെറും 120 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. ഈ ഒരു സെയിം മോഡൽ നമുക്ക് വലിയ കുട്ടികൾക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇത് ചെറിയ കുട്ടികളുടെ മോഡലല്ല. നമുക്കിങ്ങനെ ജീൻസൊക്കെ ഇടുന്ന ഒരു കുർത്തിയ ഡിസൈനായിട്ട് വലിയവർക്കും എക്സലോ ഡബിൾ എക്സലോ ആ ഒരു സൈസിലൊക്കെ നമുക്ക് സെയിം ഡിസൈന് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബാക്ക് പാർട്ട് ഇതാണ്. ബാക്കിൽ നമ്മൾ ഇതുപോലെ ഇതൊന്നും ഇവിടെ യോക്കിലൊന്നും കൊടുത്തിട്ടില്ല. ഈ ബാക്ക് സൈഡിൽ കണ്ടോ ബോക്സ് പ്ലീറ്റ് പോലെ നമ്മളിവിടെ ഓപ്പൺ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതൊരു കോട്ടൺ മെറ്റീരിയലാണ്. അതുകൊണ്ട് നമുക്ക് ഈ ചൂടത്തൊക്കെ ഇടാൻ നല്ല സുഖം. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഷേപ്പൊന്നും പിടിച്ചിട്ടില്ല.
ഇനി നമുക്ക് അടുത്ത ഒരു ഡിസൈൻ കാണാം. ഇനി നമുക്ക് അടുത്ത മോഡൽ നോക്കാം. അതൊരു കുഞ്ഞു ഫ്രോക്ക്, ഒരു കുഞ്ഞു ബേബിൻ്റെ കേട്ടോ. ഇത് അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ചിരുന്ന അങ്ങനെ പണ്ട് ഇതിന് ഓല ടൈപ്പ് ഇങ്ങനത്തെ മിടികളൊക്കെ നിറയെ ഉണ്ടായിരുന്നു. അതിനെ ഓലമിടി എന്നൊക്കെയാണ് പണ്ട് പറയുക. എന്താണ് ഓലൻ്റെ അതേപോലെ ഇങ്ങനെ ചുളുങ്ങി നിൽക്കണ ഒരു ക്രഷായിട്ട് നിൽക്കണ ഒരു മോഡലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ യോക്ക് പാർട്ടിൽ എലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എത്ര തടിയുള്ള ഇത്രയും തടിയുള്ളവർക്കും അതുപോലെ തന്നെ മെലിഞ്ഞ കുട്ടികൾക്കും നല്ല ഫിറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ ഇതുപോലെ എലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കഴുത്തിൽ ചെറിയൊരു ക്യാപ്പ് മോഡൽ സ്ലീവ്ലെസ് ആണ് കണ്ടോ, സ്ലീവ് ഒന്നുമില്ല, സ്ലീവ്ലെസ് ആണ്. അപ്പോൾ നമ്മൾ നെക്കിൽ ചെറിയൊരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞ് ക്യാപ്പ്. അതുപോലെ ഇതിൽ യെല്ലോ കളറാണ് ഫ്ലവർ വരുന്നത്. അപ്പോൾ അതിന് മാച്ചാക്കാൻ വേണ്ടിയിട്ടാണ് മേലെ ഇതുപോലെ യെല്ലോ കളർ എടുത്തിട്ടുള്ളത്. ഇതിന് ഞാൻ ഈ ഒരു ക്ലോത്ത് 3/4 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇതിനും 220 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇത് ഞാൻ 3/4 മീറ്ററാണ് ഒരു ക്ലോത്ത് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ക്യാപ്പ് ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ സെയിം 3/4 മീറ്റർ മുറിച്ചെടുത്തു. ഇതിൻ്റെ ബാക്ക് പാർട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്ക് പാർട്ടും സെയിം തന്നെയാണ്. നെക്ക് മാത്രം ഇത്തിരി ഇറക്കം കുറഞ്ഞതേ ഉള്ളൂ. ഫ്രണ്ട് വരുമ്പോൾ ഇത്തിരി കൂടി നെക്കിൻ്റെ ലെങ്ത്ത് കൂടും, ബാക്ക് ലെങ്ത്ത് കുറയും. അതുപോലെ എത്ര തടിയുള്ളവർക്കും മെലിഞ്ഞവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇനി നമുക്ക് അടുത്ത മോഡൽ കാണാം. ഇനി നമ്മുടെ അടുത്ത മോഡലാണിത്. ഇത് അതുപോലെ യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സെൻറ്റർ നമ്മൾ ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ 3/4 ഭാഗം, ഈ ഒരു 3/4 ഭാഗം 1/4 ഭാഗത്തിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് ഇതുകൊണ്ട് അതുപോലെ ഇതുപോലെ എൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിവിടെ ഫ്രില്ല് വെച്ചെടുത്തിട്ടുണ്ട്. ഒരു 6-7 ഇഞ്ചിൻ്റെ ഫ്രില്ല് റൗണ്ടായിട്ട് നമ്മളിങ്ങനെ സ്ക്വയർ ടൈപ്പിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം അല്ലാണ്ട് ഇവിടെ റൗണ്ട് അല്ല, അങ്ങനെ സ്ക്വയറായിട്ട് തന്നെ ഇവിടെ ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്ലീവൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, പ്ലെയിൻ ആണ്. ഇതിൻ്റെ ബാക്കിനും അതുപോലെ താഴെ നമ്മൾ എന്താണ് ഫ്രില്ല് വെച്ചെടുത്തിട്ടുണ്ട്. ഇതും സെയിം 80 ബിറ്റ് തന്നെ ഉണ്ടോ. ഇതിനും 120 രൂപ തന്നെയാണ്. അപ്പോൾ നമുക്ക് 120 രൂപ ഉണ്ടെങ്കിലും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ തരം മോഡലാണ്. നല്ല ഭംഗിയുള്ള ഒരു മോഡലാണിത്. കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടാനും നല്ല സുഖമായിട്ടുണ്ടാവും കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇനി നമുക്ക് വേറെ ഇനി അടുത്ത മോഡലിൽ നമുക്കൊരു തട്ടുടുപ്പാണ്. ഇപ്പോൾ തട്ടുടുപ്പ് വീണ്ടും നമുക്ക് ഇതൊക്കെ പോയ മോഡലാണ്. ഇപ്പോൾ വീണ്ടും തട്ടുടുപ്പ് ട്രെൻഡായിട്ടിരിക്കുകയാണ്. തട്ടിൻ്റെ ഇതുപോലെ ലെയർ വരുന്ന കുർത്തി ഫ്രോക്കൊക്കെ ഇപ്പോൾ വീണ്ടും മോഡലാണ്. അപ്പോൾ ഞാനൊരു ഗ്രീനും ഒരു ഗോൾഡൻ കളർ വെച്ചിട്ടാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നല്ല ഇങ്ങനെ ചുരുങ്ങി നിൽക്കണ ഒരു കണ്ടോ, ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ ചുരുങ്ങി നിൽക്കണ ഒരു ക്ലോത്താണ്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് 1.5 മീറ്റർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈനിങ് ക്രൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു പീസ് യോക്ക് പാർട്ടിൽ ചെയ്ത ഈ ഒരു ക്ലോത്തിന് 175 രൂപയാണ് 1 മീറ്റർ റേറ്റ്. അതിലിങ്ങനെ കുഞ്ഞ് എന്താണ് എംബ്രോയിഡറിയാണ്. എംബ്രോയിഡറിൻ്റെ നടുക്ക് ഒരു കുഞ്ഞ് തിളങ്ങണ സീക്വൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ സിബ് വെച്ചിട്ടുണ്ട് കണ്ടോ, അതുപോലെ സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനടുത്തൊരു ഹൈലൈറ്റ് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബെൽറ്റ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇതിന് നല്ല തടിയുള്ളവരൊക്കെ ആണെങ്കിൽ, ഇതും തടിയുള്ള കുട്ടികളാണെങ്കിലും മെലിഞ്ഞവർക്കാണെങ്കിൽ ഈ ബെൽറ്റ് ഉണ്ടെങ്കിൽ അതിനങ്ങനെ കെട്ടിയിട്ട് മെലിഞ്ഞവർക്കാകുമ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കെട്ടിയിട്ട് എടുക്കുക. തടിയുള്ളവരാകുമ്പോൾ അങ്ങനെ വിടാം. ഇതിന് ഞാൻ ബെൽറ്റ് അടിക്കാൻ പറ്റുന്ന വേണ്ടിയിട്ട് ഇവിടെ 2 ലൂപ്പ് വെച്ച് കൊടുത്തിട്ടാണ് ഈ ബെൽറ്റ് എടുത്തിട്ടുള്ളത് കണ്ടോ. ഇതുപോലെ ലെയർ ഫ്രോക്കാണിത്. ഇനി നമുക്ക് അടുത്ത മോഡൽ ഒന്ന് കാണാം. അടുത്ത മോഡൽ നമുക്കൊരു മിഡി ടോപ്പാണ് കേട്ടോ. അതുപോലെ ഒരു പ്രിന്റഡ് വരുന്ന ഒരു ക്ലോത്തിൽ മിഡി ടോപ്പും അതുപോലെ തന്നെ മിഡിയും അതിൻ്റെ പ്ലെയിൻ നെറ്റിൽ വെച്ചിട്ട് ടോപ്പുമാണ്. ടോപ്പിൻ്റെ താഴെ ഇതുപോലെ ബലൂൺ പോലെ ഉള്ള ഒരു ടോപ്പാണ് കേട്ടോ. ടോപ്പിൻ്റെ താഴെ എലാസ്റ്റിക് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു നമ്മുടെ സ്കേർട്ടിൻ്റെ ബാക്കി പീസ് വെച്ചിട്ട് ചെറിയൊരു ബോ അതിലൊരു ബട്ടണും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്ക് നെക്ക് ബാക്കിലും സെയിം അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. നെക്ക് ലെങ്ത്ത് കുറഞ്ഞ ഒരു വ്യത്യാസമുള്ള അതുപോലെ സെൻറ്ററിൽ ഞാനൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ഡിസൈൻ ആകാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു കട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ താഴെ കണ്ടോ എലാസ്റ്റിക് നല്ല ഇങ്ങനെ ചുരുങ്ങി ബലൂണ് പോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കും. എത്ര തടിയുള്ളവർക്കും ഇത് നല്ല നീറ്റായിട്ട് ഭംഗിയായിട്ട് നിൽക്കും. അതുപോലെ ഈ ഒരു ക്ലോത്തിന് മീറ്റർ 150 രൂപയാണ്. അതുപോലെ ഇതിന് 75 രൂപയാണ്. അപ്പോൾ ഞാൻ ഇതൊരു മീറ്ററും ഇത് ഒരു 3/4 മീറ്ററും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് ഈ ഒരു മോഡൽ ചെയ്തിട്ടുള്ളത്. നല്ല ഒരു അടിപൊളി മോഡൽ കണ്ടോ, നല്ലൊരു അടിപൊളി മോഡൽ മിഡിയും ടോപ്പുമാണ്. നമുക്ക് ഈസി ആയിട്ട് അടിപൊളി ഒരു മോഡൽ
മീഡിയം ടോപ്പ് ഞാൻ തയ്ച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു മോഡൽ കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ചു തന്ന ഒരു വൈറ്റ് കുർത്തിൻ്റെ സെയിം മോഡലാണ് കേട്ടോ ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ ജോർജറ്റ് വെച്ചിട്ടാണ്. 1.5 മീറ്റർ ക്ലോത്ത് വേണ്ടി വന്നു എനിക്ക് ഒരു ഡിസൈൻ ഈ ഒരു മോഡൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ റേറ്റ് 140 രൂപയാണ് ഒരു മീറ്ററിന് റേറ്റ്. അതിന് 1.5 മീറ്റർ ക്ലോത്ത് വെച്ചിട്ടാണ് ഈ ഒരു മോഡൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന് കണ്ടോ ഇലാസ്റ്റിക് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല കുട്ടികൾക്ക് നല്ല ഈസി ആയിട്ട് ഇടാൻ, അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് ഷേപ്പായിട്ട് നിൽക്കും. ഇതിൻ്റെ ബാക്ക് സൈഡിലും അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ ബാക്കും ഫ്രണ്ടും അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ സ്ലീവ് ഒന്നും കൊടുത്തിട്ടില്ല. ഒരു അടിപൊളി മോഡലാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ്. ഇനി നമുക്ക് അടുത്ത മോഡൽ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ അടുത്ത മോഡൽ. ഇത് ഈ ഒരു സ്കേർട്ട് പാർട്ടിൽ നമ്മൾ എടുത്തിട്ടുള്ളത് സാറ്റൻ മെറ്റീരിയലാണ്. അതുപോലെ യോക്ക് പാർട്ടിലുള്ളത് ഷിഫോണാണ്. അപ്പോൾ ഞാൻ ഇത് കണ്ടോ ഇത് നമ്മൾ ഈ ത്രെഡ് എലാസ്റ്റിക് ഇട്ടിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സ്കേർട്ട് പാർട്ടിലാണ്. കണ്ടോ സ്കേർട്ട് പാർട്ടിലാണ് നമ്മൾ ത്രെഡ് എലാസ്റ്റിക് ഇട്ടിട്ടുള്ളത്, അല്ലാണ്ട് ഇത് സെപ്പറേറ്റഡ് അല്ല. അതുപോലെ തന്നെ യോക്ക് പാർട്ടും ഇതും പാർട്ടും നമ്മൾ അഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഒരു മിഡി ടോപ്പിൻ്റെ ഫീലിംഗ് ഉണ്ടെങ്കിൽ കൂടി ഇത് നമുക്കിതിൽ ജോയിൻറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. കണ്ടത് രണ്ടും പാടെ ജോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ എനിക്കൊരു പീസ് കിട്ടിയത് കട്ട് പീസിലാണ്. 30 രൂപക്കാണ് എനിക്കൊരു ക്ലോത്ത് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതും കട്ട് പീസിൽ നിന്ന് എനിക്ക് 30 രൂപക്കാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 60 രൂപയാണ് എനിക്ക് ചിലവ് വന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു ഡെങ്കിലി ടോപ്പിൻ്റെ ഒരു ഫീൽ വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 വള്ളി കൊടുത്തിട്ടുണ്ട്. ഇത് അഴിക്കാനൊന്നും പറ്റില്ല. ഇതിൽ ജോയിൻറ്റ് കൊടുത്തിരിക്കുകയാണ്, ഷോൾഡറിൽ ഇതുപോലെ ജോയിൻറ്റ് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇതിൽ നല്ലൊരു ഹൈലൈറ്റ് തോന്നാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രീൻ കളറിൽ നല്ലൊരു ഭംഗി വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലൂ കളർ ഫ്ലവർ വാങ്ങിച്ചിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് പാർട്ട് ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ബാക്ക് പാർട്ട്. ഇതിൻ്റെ സ്ലീവ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ എലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം, പറയാൻ വിട്ടുപോയതാണ്. ബാക്കിൽ എലാസ്റ്റിക് ഒന്നും തന്നെ കഴുത്തിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇതുപോലെ 2 വള്ളി ബാക്കിലുണ്ട്. പെട്ടെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ സെപ്പറേറ്റ് ടോപ്പും മിഡിയും ഇട്ട ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്നും കൂടി കാണാം. പിന്നെ പറഞ്ഞതിൻ്റെ കഴുത്തിൽ ഞാൻ എലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ്ടോ അതുപോലെ കഴുത്തിൽ ബാക്കിൽ ഇട്ടിട്ടില്ല, ഫ്രണ്ടിൽ മാത്രം എലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇവിടെ ഇങ്ങനെ ചുരുങ്ങി നമ്മൾ പ്ലേറ്റ് ഇട്ട പോലെ ചുരുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതും നമുക്ക് എത്ര തടിയുള്ള കുട്ടികൾക്കും മെലിഞ്ഞ കുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. കാരണം കുട്ടികൾക്ക് നല്ല തടിയുള്ള കുട്ടികൾക്കാകുമ്പോൾ അവർക്ക് ഇടുമ്പോൾ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല. ത്രെഡ് എലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് അത് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് നേരെ നിൽക്കും. ഇനി നമുക്ക് അടുത്ത മോഡൽ കാണാം. നമുക്ക് അടുത്ത മോഡലാണിത്. ഇതൊരു ഷർട്ട് മോഡൽ കുർത്തിയാണ് കേട്ടോ. ഷർട്ടിൻ്റെ അതേ സെയിം പോലെ നമ്മൾ കുർത്തി മോഡലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഷർട്ടിൻ്റെ അതുപോലെ കോളറും ഉണ്ട്, ഷർട്ടിൻ്റെ കോളറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ടിൽ ഫുള്ള് ഞാൻ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബട്ടൺ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ഇടാനുള്ള ഒരു ഇതിന് ഓപ്പൺ വെച്ച് പറഞ്ഞാൽ എല്ലാ ബട്ടൺ ഇടണം എന്നുള്ളതിൽ ഞാൻ അവിടെ ഇതുവരെ കൂട്ടി ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഒരു ബട്ടൺ മാത്രമേ നമുക്കിതിൽ അഴിക്കാൻ പറ്റുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളും ഇതുപോലെ ബട്ടൺ ഹോൾ കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് അഴിച്ചിടാൻ പറ്റും. കണ്ടോ ശരിക്കും നമ്മളൊരു ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു താഴെ വരെ കൂട്ടി ജോയിൻ ചെയ്ത് കൊടുത്തു. താഴെ ചെറുതായിട്ടൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവ് നമ്മൾ ഷർട്ടിനൊക്കെ എന്താണ് കുർത്തിക്കൊക്കെ കൊടുക്കണ കണ്ടോ, ലേഡീസിൻ്റെ ഷർട്ടിനൊക്കെ കൊടുക്കണ മോഡലാണ് നമ്മളിതിൻ്റെ സ്ലീവ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഈ ഷർട്ടിൻ്റെ ഈ ഒരു അറ്റത്തും വൈറ്റ് കളറ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് പോക്കറ്റ് ഉണ്ട്. അതുപോലെ ഇതും നെയ്റ്റി ക്ലോത്ത് തന്നെയാണ്. ഇതിനും റേറ്റ് 99 രൂപയാണ്. ഇതിന് ഈ ഒരു 3 മീറ്റർ ബിറ്റിൻ്റെ റേറ്റ് 99 രൂപയാണ്. അപ്പോൾ എനിക്കൊരു കുർത്തിക്ക് ചിലവായിട്ടുള്ളത് 99 രൂപയ്ക്കാണ് ഞാനൊരു കുർത്തി ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാക്ക് പാർട്ട് ഒന്ന് കാണാം. ഇതാണ് ഇതിൻ്റെ ഈ കുർത്തിൻ്റെ ബാക്ക് പാർട്ട്. ബാക്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, ഫ്രണ്ടിൽ മാത്രമാണ് നമ്മളതിൽ കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ട് ഒന്നും കൂടി കാണാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് നമുക്ക് ജീൻസിനും ലെഗിൻസിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു മോഡൽ കുർത്തിയാണിത്. വെറും 99 രൂപക്കാണ് നമ്മൾ ഇത്രയും അടിപൊളി എന്താണ് ഒരു മോഡൽ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് അടുത്ത മോഡലും കൂടി ഒന്ന് നമ്മുടെ ലാസ്റ്റത്തെ മോഡലും കൂടി ഒന്ന് പരിചയപ്പെടാം. ഇനി നമ്മുടെ അടുത്തൊരു മോഡലാണിത്. ഇത് നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് നല്ല ഗ്ലേസിംഗ് തോന്നുന്ന ഒരു മെറ്റീരിയൽ. ഇത് ബനിയൻ ക്ലോത്താണ് കേട്ടോ. ഇത് നല്ല വലിയൊരു ബനിയൻ ക്ലോത്താണ്. ഇതിൻ്റെ റേറ്റ് 180 രൂപയാണ്. ഞാൻ ഇപ്പോൾ ഈ ഒരു മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് 1 മീറ്ററാണ് ഞാൻ ഇതിന് എടുത്തിട്ടുള്ളത്. നല്ല വൈഡായിട്ട് കണ്ടോ, നല്ല വൈഡായി നിൽക്കുന്ന ഒരു അമ്പർലയാണ് ഞാൻ ഇതിൻ്റെ സ്കേർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് 60 ഇഞ്ച് വീതിയുള്ള ക്ലോത്താണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും 1 മീറ്റർ കൊണ്ട് ഇത്ര വൈഡായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇതിൻ്റെ യോക്ക് പാർട്ട് നോക്കുകയാണെങ്കിൽ
വൺ സൈഡാണിത്. ഒരു സൈഡിൽ മാത്രമേ നമുക്ക് 3/4 സ്ലീവ് ഉണ്ട് കണ്ടോ. ഒരു വൺ സൈഡിൽ ഒരു വെറും വള്ളി മാത്രമേ കൊടുത്തു, ഷോൾഡർ ഒന്നുമില്ല, ഒരു വള്ളി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് ഇതിൻ്റെ ബാക്കി പീസാണ് ഇതേ കിട്ടിയുള്ളൂ. അതിൻ്റെ ബാക്കി പീസ് വെച്ചിട്ട് ഒരു ബോ വെച്ചിട്ട് ഇവിടെ ഒന്ന് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഒരു കുഞ്ഞു ബോ ഉണ്ടാക്കി വെച്ച്, കുഞ്ഞൊന്നല്ല ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കട്ടിങ് അമ്പർലയാണ്. നമുക്ക് ഇതിൻ്റെ ബാക്ക് പാർട്ട് ഒന്ന് കാണാം. ഇതിൻ്റെ ബാക്ക് പാർട്ട് ഇങ്ങനെയാണ് ഇരിക്കുക. അതുപോലെ ബാക്കിൽ നമ്മൾ ബോന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ബാക്കിൽ സിബ് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് സിബൊന്നും മാച്ച് വാങ്ങിക്കാനൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അല്ലാണ്ട് ഇപ്പം ഈ കളറൊന്നും ചോദിക്കരുത്. ഈ കളർ വെച്ചിട്ടാണ് സിബ്. അതൊരു സിബ് കാണുന്നില്ല, നിങ്ങളുടെ കുളത്തിനും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ കണ്ടോ സിബൊന്നും കാണില്ല. ഇതാണ് ഞങ്ങളുടെ ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ കൊറോണ കൂടിയ സാഹചര്യത്തിൽ എല്ലാവരും മാക്സിമം പുറത്ത് പോകാണ്ടും അതുപോലെ സാമൂഹിക അകലം പാലിച്ചിട്ടൊക്കെ സേഫായിട്ട് ഇരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഒരു ഡ്രസ്സ് കൂടി ഉണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ മോഡല്. നമ്മൾ ഫസ്റ്റ് കാണിച്ചിരുന്ന സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ഒരു മോഡൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഞാനപ്പോൾ അതിൻ്റെ ക്ലോത്തും ഇതിൻ്റെ റേറ്റൊക്കെ പറയാൻ വിട്ടുപോയി. ഇത് ഷിഫോൺ മെറ്റീരിയലാണ്. ഷിഫോണിൽ ഇങ്ങനെ പ്രിൻറ്റഡ് വരുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. ഇതിൻ്റെ റേറ്റ് 90 രൂപയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ചിരുന്ന സെയിം തുണി വെച്ചിട്ടാണ് ഞാൻ ഇത് ഡിസൈൻ ചെയ്തെടുത്തത്. ഇതിങ്ങനെ 4 ലെയർ പോലെ കണ്ടോ. ഇതിന് കുഞ്ഞ് ഫ്രില്ല് വെച്ച് കൊടുത്തിട്ട് 2.5 ഇഞ്ചിൻ്റെ ഫ്രില്ല് വെച്ച് കൊടുത്തിട്ട് ഇത് 4 ലെയർ പോലെ ചെയ്തെടുത്തിരിക്കുകയാണ്. അത് ഈ ഓരോ ലെയറും കട്ട് ചെയ്തിട്ടാണ് കണ്ടോ. ഈ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഓരോ ലെയറും ഇതിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. 1 2 3 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്ലീവ് നമ്മൾ ഫസ്റ്റ് കാണിച്ചു തന്ന പോലെ തന്നെ എലാസ്റ്റിക് ത്രെഡ് എലാസ്റ്റിക് ഇട്ടിട്ടാണ് ഈ ഒരു സ്ലീവ് ചെയ്തിട്ടുള്ളത്. കണ്ടോ എത്ര നല്ല ഇങ്ങനെ വലിയ, ഇത് നല്ല വലിയ സൈസാണ് കേട്ടോ. ഇത് നല്ല തടിയുള്ള ആളുടെ ഡ്രസ്സാണ്, വലിയ സൈസാണ്. ഇത് ഡമ്മിക്ക് ഇട്ടെടുത്തോണ്ടാണ് ഞാൻ നിൽക്കുന്നത്. നെക്കിൽ അതുപോലെ ഇവിടെ എലാസ്റ്റിക് ഒന്നും വെച്ച്, വലിയ ആളുടെ ഡ്രസ്സ് ആയതുകൊണ്ടാണ് എലാസ്റ്റിക് ഒന്നും കൊടുത്തിട്ടില്ല. എലാസ്റ്റിക് വെച്ച് കൊടുത്താണെങ്കിൽ ഇത് നന്നായി നിൽക്കും. പക്ഷെ ഇത് വലിയ ആളുണ്ടായതുകൊണ്ട് നമ്മൾ എലാസ്റ്റിക്കും ചെയ്യാൻ സിമ്പിളായിട്ടാണ് ആ ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ഇപ്പോൾ ഇട്ട ഡ്രസ്സാണ് കാണിച്ചു തരുന്നത്. ഇതും ഞാൻ ഡിസൈൻ ചെയ്ത് തന്നെയാണ്. ഇത് റയോൺ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ഒരു ഡ്രസ്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെ ഡബിൾ ലെയർ പോലെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ കട്ട് കൊടുത്തിട്ട് ഇതുപോലെ വുഡിൻ്റെ ബട്ടൺസ് മേലെന്ന് താഴെ വരെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവിലും സെയിം ആയിട്ട് ഇതുപോലെ ഓരോ ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ.